എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 37ാമത്തെ സർഗത്തിൽ 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ബ്രഹ്മദേവൻ ദേവന്മാരെയൊക്കെ ആശ്വസിപ്പിച്ചു, സേനാപതി ഉണ്ടാവാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അഗ്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ടുള്ള ആ തേജസ്സിനെ, ഭഗവാൻ നൽകിയ തേജസ് ഉണ്ടല്ലോ, ശ്രീപരമേശ്വരൻ നൽകിയ തേജസ്സിനെ അഗ്നി ഗംഗയിലേക്ക് നൽകുക, അങ്ങനെ പുത്രനുണ്ടാവും എന്നാണ്. അത് ഉമയ്ക്കും അതിൽ വിരോധമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 9ാമത്തെ ശ്ലോകം നോക്കാം. തച്ഛ്രുത്വാ വചനം തസ്യ കൃതാർത്ഥാ രഘുനന്ദന പ്രണിപത്യ സുരാഃ സർവേ പിതാമഹമപൂജയൻ. തത് വചനം ശ്രുത്വാ, അതായത് ബ്രഹ്മാവ് പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട്, കൃതാർത്ഥാഹ സുരാഹ, അല്ലയോ രഘുനന്ദന, രഘുകുമാര, ശ്രീരാമചന്ദ്ര, ദേവന്മാരെല്ലാവരും കൃതകൃത്യരായി, കൃതാർത്ഥരായി. അതായത് സേനാപതി ഉണ്ടാവാനുള്ള വഴിയാണല്ലോ പറഞ്ഞു കൊടുത്തത്. ഇതായിരുന്നു അവരുടെ വലിയൊരു ആവശ്യം. ആ ആവശ്യത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും സർവേ പ്രണിപത്യ, അവരെല്ലാവരും തന്നെ, ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനെ വണങ്ങിക്കൊണ്ട് പിതാമഹം അപൂജയൻ, പൂജിച്ചു, വന്ദിച്ചു എന്ന് അങ്ങനെ അവർ പോവുകയാണ്. അതായത് ഇനി അഗ്നിയോട് പറയണമല്ലോ, അഗ്നിയും ഗംഗയും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് വലിയൊരു കർത്തവ്യം ചെയ്യാനുണ്ട്. അതിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് അവർ പോവുകയാണ്. അതാണ് അടുത്ത ശ്ലോകം. 10ാമത്തെ ശ്ലോകം നോക്കാം. തേ ഗത്വാ പർവ്വതം രാമ കൈലാസം ധാതുമണ്ഡിതം അഗ്നിം നിയോജയാമാസു പുത്രാർത്ഥം സർവദേവത. അല്ലയോ ശ്രീരാമ, രാമ, തേ എന്ന് പറഞ്ഞാൽ ദേവന്മാരെല്ലാവരും തന്നെ ധാതുമണ്ഡിതം കൈലാസം പർവ്വതം ഗത്വ, ധാതുമണ്ഡിതം, ധാതുക്കളാൽ നിറഞ്ഞു നിൽക്കുന്നതായ വിവിധ തരത്തിലുള്ള ധാതുക്കൾ പർവ്വതങ്ങളിലൊക്കെ ഉണ്ടാവും. മനുഷ്യർ ഒന്നും അധികം ചെല്ലാത്തത് കൊണ്ടും അവിടുത്തെ ആ മണ്ണിൻ്റെ വൈവിധ്യം കൊണ്ടുമൊക്കെ ധാരാളം ധാതുക്കളുണ്ട്. നിറവ്യത്യാസങ്ങളൊക്കെ അവിടുത്തെ മണ്ണിന് ഉണ്ടാവും. അങ്ങനെയുള്ള ആ കൈലാസപർവ്വതത്തിലേക്ക്, ധാതുമണ്ഡിതമായിട്ടുള്ള കൈലാസപർവ്വതത്തിലേക്ക് ചെന്നിട്ട് ദേവന്മാരെന്താ ചെയ്തത്? അഗ്നിം നിയോജയാമാസു പുത്രാർത്ഥം സർവദേവതാഹ, എല്ലാ ദേവന്മാരും, ദേവത എന്നുള്ളത് കൊണ്ട് ദേവന്മാരെന്നർത്ഥം, എല്ലാ ദേവന്മാരും, ഇന്ദ്രനടക്കമുള്ളവരെല്ലാവരും തന്നെ ആരെയാണ് നിയോഗിച്ചത്? അഗ്നിം പുത്രാർത്ഥം നിയോജയാമാസു, അഗ്നിദേവനെ പുത്രൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചു. അതായത് അഗ്നിയുടെ കയ്യിലാണല്ലോ തേജസ്, അപ്പോൾ പിന്നെ അഗ്നി തന്നെ പുറപ്പെടണമല്ലോ. അതിനുവേണ്ടി ദേവന്മാരെല്ലാവരും അഗ്നിയെ നിയോഗിച്ചു. ഗംഗയുടെ അടുത്തേക്ക് ചെല്ലാനും, കൈലാസത്തിൻ്റെ സമീപത്തു കൂടി ഗംഗ ഒഴുകുന്നുണ്ടല്ലോ, കൈലാസപർവ്വതത്തിൻ്റെ അടുത്ത്. ഹിമാലയത്തിൻ്റെ പുത്രിയാണ്. അതായത് ഒരു ഭാഗം സ്വർഗത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൈലാസം അതിൻ്റെ സമീപത്തു കൂടി ഗംഗ ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ ഗംഗയുടെ സമീപത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കാനാണ് അഗ്നിദേവനെ ഇവർ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് 11ാമത്തെ ശ്ലോകം നോക്കാം. ദേവകാര്യമിതം ദേവ സാധയസ്വഹുതാശന ശൈലപുത്ര്യാം മഹാതേജോ ഗംഗായാം തേജ ഉത്സൃജ. അവരെല്ലാവരും അഗ്നിദേവനെ വിളിച്ചിട്ട് പറയാണ്, ദേവ, അല്ലയോ ദേവ, ഹുതാശന, ഹുതം അർപ്പിതമായിട്ടുള്ള ഹവിസ് അശിക്കുന്നവനെ, ഭക്ഷിക്കുന്നവനെ, ഹുതാശന ദേവ, അഗ്നിദേവ, ഇതം ദേവകാര്യം സാധയസ്വ, ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്തവ്യമുണ്ടല്ലോ, ദേവകാര്യമാണത്, അത് എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തരണം. അത് സാധയസ്വ, അതിനെ ഫലവത്താക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. അതെന്താണ് അതിനായിട്ട് ചെയ്യേണ്ടത്? ശൈലപുത്ര്യാം ഗംഗായാം, പർവ്വതത്തിൻ്റെ പുത്രിയായിട്ടുള്ള, ഹിമവത് പുത്രിയായിട്ടുള്ള ഗംഗയിൽ മഹാതേജ ഉത്സൃജ, മഹാതേജസ്സുള്ള തേജസ്സിനെ, തേജ, അതായത് തേജസ്സാണ് ശ്രീപരമേശ്വരൻ്റെ ശരീരത്തിൽ നിന്നും ജനിച്ച തേജസ്. ആ തേജസ് മഹത്തായ തേജസ്സോട് കൂടിയതാണ്. അതാണ് തേജ, മഹത്തായ തേജസ്സോട് കൂടിയ തേജസ്സിനെ ഗംഗായാം ഉത്സൃജ, ഗംഗയിൽ കൊണ്ട് ചേർക്കൂ, ഗംഗയിൽ ഉത്സർജിക്കൂ എന്ന് അഗ്നിയോട് പറയുകയാണ് ചെയ്യണത്. ദേവതകളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും കൂടി ചേർന്നുള്ള കാര്യമാണ്, അതൊക്കെ നന്നായി ചെയ്തു തീർക്കൂ എന്ന് ദേവന്മാരൊക്കെ കൂടിയിട്ട് അഗ്നിയോട് പ്രാർത്ഥിച്ചു.
അങ്ങനെ അഗ്നി എന്താ ചെയ്തത്? അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ. ദേവതാനാം പ്രതിജ്ഞായ ഗംഗാമഭ്യേത്യ പാവക ഗർഭം ധാരയ വൈ ദേവി ദേവതാനാമിതം പ്രിയം. പാവക, പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി എന്ത് ചെയ്തു? ഗംഗാം അഭ്യേത്യ, ഗംഗയുടെ അടുത്തേക്ക് ചെന്നു. എപ്പോൾ? ദേവതാനാം പ്രതിജ്ഞായ, ദേവന്മാർക്ക് വാക്കുകൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചു. ശരി, ഞാനെല്ലാം നേരെയാക്കാൻ നോക്കാം, എന്നെക്കൊണ്ട് അവിടെ പോലെയൊക്കെ ചെയ്യാം, ഞാൻ ചെയ്തോളാം എന്ന് സത്യം പറഞ്ഞിട്ട് അവർക്ക് പ്രതിജ്ഞ ചെയ്തിട്ട് ദേവന്മാരുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് അഗ്നിദേവൻ നേരെ ഗംഗാദേവിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഗംഗയുടെ അടുത്ത് ചെന്നിട്ട് ഗംഗയോട് അഭ്യർത്ഥിക്കുകയാണ്, ഗർഭം ധാരയ വൈ ദേവി, അല്ലയോ ഗംഗാദേവി, ത്വം ഗർഭം ധാരയ, നീ ഈ ഗർഭത്തെ ധരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ദേവതാനാം ഇതം പ്രിയം ഭവതി, ഇത് ദേവന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ലോകത്തിന് ആവശ്യമാണ് ഈ ഒരു ഗർഭത്തിൽ ജനിക്കുന്ന പുത്രനെ. അതുകൊണ്ട് നീ ഈ ഗർഭം ധരിക്കണം എന്ന് അഗ്നിദേവൻ ഗംഗയോട് ചെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ കേട്ടാൽ തോന്നും, ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ, ഗംഗാദേവിക്ക് മനസ്സിലാവുമോ എന്നുള്ളതൊക്കെ സംശയങ്ങളാണ് വായിക്കുന്നവരുടെ മനസ്സിലൊക്കെ. അപ്പോൾ ഭഗവാന്റെ തേജസ് അഗ്നിയിൽ അർപ്പിച്ചത്, ആ തേജസ്സിനെ പറ്റിയിട്ടാണ് പറയണത്. ഈ തേജസ് നീ ഗർഭത്തിൽ ധരിക്കണമെന്ന്. അപ്പോൾ പാർവതീദേവിക്ക് ഗർഭം ധരിക്കാൻ പറ്റാതെ വന്നുല്ലോ, ആ ഗർഭത്തെ, ആ തേജസ്സിനെ ഗംഗാദേവിയോട് ഗർഭത്തിൽ വഹിക്കാൻ പറയുകയാണ് ചെയ്യണത്. അത് എൻ്റെ ഇഷ്ടത്തിനോ ഒരാളുടെ ഇഷ്ടത്തിനു വേണ്ടിയിട്ടല്ല, ദേവന്മാർക്ക് എല്ലാവർക്കും വേണ്ടതാണിത്, ആവശ്യമാണിത്. അതുകൊണ്ട് നീ ഗർഭം ധരിക്കണം എന്ന് പറയണം. അപ്പോൾ ഗംഗാദേവി എന്തു ചെയ്തു? അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ. ഇത്യേതദ്വചനം ശ്രുത്വാ ദിവ്യം രൂപമധാരയത് സാ തസ്യ മഹിമാം ദൃഷ്ട്വാ സമന്താദവശീര്യത. ഇത്യേതത് വചനം ശ്രുത്വാ, ഇങ്ങനെ അഗ്നി പറഞ്ഞതായ വാക്കുകളൊക്കെ കേട്ടിട്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഗംഗ എന്ത് ചെയ്തു? ദിവ്യം രൂപം അധാരയത്, സാധാരണ രൂപത്തിലിരുന്നാൽ ഈ തേജസ്സിനെ വഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ശ്രീപരമേശ്വരൻ്റെ തേജസ് വഹിക്കാൻ തക്കവണ്ണം ദിവ്യമായിട്ടുള്ള ഒരു രൂപത്തെ സ്വീകരിച്ചു. ദിവ്യം രൂപം അധാരയത്. മാത്രമല്ല, സാ തസ്യ മഹിമാം ദൃഷ്ട്വ, സാ എന്ന് പറഞ്ഞാൽ ആ ഗംഗാദേവി, തസ്യ തേജസ, ആ തേജസ്സിൻ്റെ മഹിമാം ദൃഷ്ട്വ, മഹിമയെ കണ്ടിട്ട്, സമന്താത് അവശീര്യത, സമന്താത് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും, അവശീര്യത അല്ലെങ്കിൽ അവഗീര്യത, രണ്ട് പാഠവും കാണാനുണ്ട്. നല്ല ശക്തമായിട്ട് ഒഴുകാൻ തുടങ്ങി, ശക്തി സംഭരിച്ചു എന്നർത്ഥം. അതായത് ഗംഗാനദി സാധാരണ രീതിയിൽ ഒഴുകുകയോ ആ സാധാരണ രൂപം ധരിക്കുകയോ ചെയ്താൽ ദേവൻ്റെ തേജസ്സിനെ ഏറ്റുവാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ദിവ്യമായിട്ടുള്ളൊരു രൂപവും ധരിച്ചു, വളരെ പെരുകി ഒഴുകാനും തുടങ്ങി എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ശക്തമായിട്ട് ഒഴുകി തുടങ്ങി എന്നർത്ഥം. അത്രയും ശക്തമായാൽ മാത്രമേ ഭഗവാന്റെ തേജസ്സിനെ വഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. സമന്തതസ്തദാ ദേവീമഭ്യഷിഞ്ചത പാവക സർവസ്രോതാംസി പൂർണാനി ഗംഗായാ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമചന്ദ്ര, ആ സമയത്ത് സമന്തതഃ തഥാ, എല്ലാപാടും വ്യാപിച്ച് ഒഴുകാൻ തുടങ്ങിയപ്പോൾ, തഥാ ആ സമയത്ത് ഗംഗാദേവി ശക്തി പൂർണ്ണയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ, പാവക ദേവീം അഭ്യഷിഞ്ചത, പാവകൻ അഗ്നി ദേവിയിലേക്ക് ആ തേജസ്സിനെ പകർന്നു നൽകി, അഭിഷേകം ചെയ്തു എന്നാണ്. അഭ്യഷിഞ്ചത എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്തു, അതായത് ആ നദിയിലേക്ക് തേജസ്സിനെ ഒഴുക്കിക്കൊടുത്തു. ദേവീം എന്ന് വെച്ചാൽ ഇവിടെ ഗംഗാദേവിയിലേക്ക് ഒഴുക്കിക്കൊടുത്തു. സർവസ്രോതാംസി പൂർണ്ണാനി ഗംഗായ, ആ സമയത്ത് ആ ഗംഗയുടെ എല്ലാ ഒഴുക്കിലും ഓരോ നീർത്തുള്ളിയിലും ഈ തേജസ് ചെന്ന് പതിക്കുകയാണ് ഉണ്ടായത്. അതാണ് സർവസ്രോതാംസി, ഗംഗായാഹ സർവസ്രോതാംസി പൂർണ്ണാനി, ഗംഗയുടെ സർവസ്രോതസ്സുകളിലും ഒഴുകി വരുന്ന ഓരോ നീർത്തുള്ളിയിലും ഈ തേജസ് വന്ന് നിറഞ്ഞു എന്നർത്ഥം. അങ്ങനെ ഗംഗയിലെത്തി ആ തേജസ്. അതിങ്ങനെ വരണ വഴിയാണ് ആദ്യം ശ്രീപരമേശ്വരൻ, ശ്രീപാർവതി ദേവി, അവരിൽ നിന്ന്
അഗ്നിയിൽ നിന്നിപ്പോൾ ഗംഗയിലേക്ക് എത്തി. അങ്ങനെ ഗംഗാദേവിയിലേക്ക് തേജസ് എത്തിച്ചേർന്നു. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തച്ഛ്രുത്വാ വചനം തസ്യ കൃതാർത്ഥാ രഘുനന്ദന പ്രണിപത്യസുരാः സർവേ പിതാമഹമപൂജയൻ തേ ഗത്വാ പർവ്വതം രാമ കൈലാസം ധാതുമണ്ഡിതം അഗ്നിം നിയോജയാമാസു പുത്രാർത്ഥം സർവദേവതാഃ ദേവകാര്യമിദം ദേവ സാധയസ്വ ഹുതാശന ശൈലപുത്ര്യാം മഹാതേജോ ഗംഗായാം തേജ ഉത്സൃജ ദേവതാനാം പ്രതിജ്ഞായ ഗംഗാമഭ്യേത്യ പാവകഃ ഗർഭം ധാരയ വൈ ദേവി ദേവതാനാമിദം പ്രിയം ഇത്യേതദ്വചനം ശ്രുത്വാ ദിവ്യം രൂപമധാരയത് സാ തസ്യ മഹിമാം ദൃഷ്ട്വാ സമന്താദവശീര്യത സമന്തതസ്തദാ ദേവീമഭ്യഷിഞ്ചത പാവകഃ സർവസ്രോതാംസി പൂർണ്ണാനി ഗംഗായാ രഘുനന്ദന. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.